ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാവരെയും ഒരേ മനസ്സോടെയാണ് ക്ഷണിച്ചതെന്നും പങ്കെടുക്കുകയോ ഇല്ലയോ എന്നത് അവരവരുടെ സൗകര്യമാണെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് 8നോട് പറഞ്ഞു. ശബരിമല വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ദേവസ്വം ബോർഡ് സ്വാഗതം ചെയ്യുന്നു. ദേവസ്വം ബോർഡ് ഇതിലൊന്നും രാഷ്ട്രീയം കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. നാളെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ സംഗമത്തിലേക്ക് ദേവസ്വം ബോർഡും സർക്കാരും മറ്റും കടക്കുന്നത്. നമ്മോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പറും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി ചേരുന്നുണ്ട്. എന്താ ഈ അവസാനവട്ട തയ്യാറെടുപ്പ്? നന്നായി മുൻകരുതലുമായി ബന്ധപ്പെട്ട് നന്നായി തയ്യാറെടുത്ത് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കുറേയൊക്കെ ഡെലിഗേറ്റ്സുകൾ എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത്. അവരെല്ലാം സ്വീകരിക്കുവാനുള്ള നടപടിക്രമങ്ങൾ, രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിയോടുകൂടിയാണ് നമ്മൾ ഔപചാരികമായി രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. 9:30 തന്നെ കൃത്യം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ 3 സെഷനുകളുണ്ടാവും. ഒന്നാമത്തെ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ, രണ്ടാമത്തെ വേദിയിൽ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ, മൂന്നാമത്തെ വേദിയിൽ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ 3 വിഷയങ്ങളിൽ കൂടി കൺസോളിഡേറ്റ് ചെയ്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി അത് വാലിഡേറ്ററി ഫംഗ്ഷനിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവതരിപ്പിക്കും. നാളെ തന്നെയാണ്. അതിലൊരു കമ്മിറ്റിക്ക് രൂപം നൽകും. ആ കമ്മിറ്റി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും നേതൃത്വത്തിലായിരിക്കും. അതിൽ ഓരോ ഇതിൽ ആവശ്യമായിട്ടുള്ള പര്യാപ്തമായ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ കമ്മിറ്റി. ആ കമ്മിറ്റി ആയിരിക്കും ഈ മാസ്റ്റർ പ്ലാൻ പിന്നെ വിഭാവന ചെയ്യുന്ന ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഹൈപ്പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഈ ശബരിമലയുടെ അടിസ്ഥാന വികസനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. ഈ ഹൈന്ദവ സംഘടനകളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇതുവരെയുള്ള സഹകരണത്തെക്കുറിച്ച് എന്താണ് ഒരു നിലപാട്? ശബരിമലയുടെ വികസനത്തിൽ എല്ലാവരുടെയും പിന്തുണ വേണമെന്നാണ് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്കതിൽ പ്രതിപക്ഷമെന്നോ ഭരിക്കുന്ന പാർട്ടിയെന്നോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളിതിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ മുഖ്യമന്ത്രിമാർക്കും സത്യത്തിൽ ഞങ്ങൾ കത്തയച്ചു. അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് പെട്ടെന്ന് കിട്ടിയതുകൊണ്ടാണ് അന്ന് അവിടേക്ക് പോകേണ്ടി വന്നത്. മറ്റ് അപ്പോയിന്റ്മെന്റുകളും കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ അത് വലിയ വിവാദമായി. സത്യത്തിൽ എല്ലാവർക്കും ഞങ്ങൾ അയച്ചിരുന്നു. ഇന്ത്യയിലെ എല്ലാ ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്കും ഞങ്ങൾ കത്തയച്ചിരുന്നു. അതേ സമയത്ത് തന്നെയാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ഞങ്ങൾ കത്തയച്ചത്. ഇവിടുത്തെ ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്ക് ഞങ്ങൾ കത്തയച്ചു. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ ഞാൻ നേരിട്ട് തന്നെ പോയി വിളിച്ചു. നല്ല രീതിയിലുള്ള സൗഹൃദവും ഒക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് അല്ല പറഞ്ഞത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനും എന്റെ വകുപ്പിന്റെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരും ശബരിമലയാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാവരെയും കൂട്ടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പൊ എന്തുകൊണ്ട് ഇത് സർക്കാർ പിന്തുണയോട് നടത്തുന്നു എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ LDF സർക്കാരാണ്. UDFന്റെ സർക്കാരായിരുന്നെങ്കിൽ ഏത് സർക്കാരിന്റെയും ഒരു പിന്തുണയില്ല. അത് കേരള സർക്കാരിന്റെ ആയാലും കേന്ദ്ര സർക്കാരിന്റെ ആയാലും സർക്കാരുകളുടെ പിന്തുണയില്ല നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. 70 ദിവസത്തെ മണ്ഡല മേഖലകളൊക്കെ നമ്മൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. പോലീസ്, ആരോഗ്യം, റവന്യൂ, അങ്ങനെ ഒരുപാട്, വെള്ളം, വാട്ടർ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ. തമിഴ്നാട്ടിൽ മാത്രമുള്ള പ്രതിനിധികളെ ഉള്ളൂ എന്ന് വെക്കുന്നത്. മറ്റ് സംസ്ഥാനക്കാർ പങ്കെടുക്കാത്തതിനെ കുറിച്ച് അല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നുള്ളതല്ല ഇപ്പൊ ഇവിടെ ചോദിച്ചതിന്റെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലുള്ള മന്ത്രിമാർ എന്നുള്ളതായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ മന്ത്രിമാർ VIPs പങ്കെടുക്കുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം ലോകത്തിന് പുറത്തുള്ള, കേരളത്തിന് പുറത്തുള്ള ഒട്ടേറെ സാധാരണ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരുടെ പ്രതിനിധികളെയാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കുന്നത്. അവർക്ക് മുന്നിലാണ്, അവരാണ് ഇവിടെ വരുന്നത്. അവർക്കാണ് അറിയാവുന്നത് ഇവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ വേണ്ടത്. അവരുടെ മുന്നിലാണ് നമ്മൾ ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുന്നത്. അവരുടെ നിർദ്ദേശങ്ങളാണ് നമുക്ക് വേണ്ടത്. ആ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് ഈ മന്ത്രിമാരെയൊക്കെ നേരിട്ട് ക്ഷണിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? അങ്ങനെ ഉദ്ദേശമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് തെലങ്കാന, ആന്ധ്ര, കർണാടക തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്നുള്ള മന്ത്രിമാരടക്കം ക്ഷണിച്ചിരുന്നു. പക്ഷെ അവരാരും പങ്കെടുക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് അറിയുന്നു. അത് എന്താണ് അവർ വരാത്തതെന്ന് ചോദിച്ചാൽ അത് അറിയില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ നിന്ന് 1000 പേർ ഡെലിഗേറ്റ്സായി പങ്കെടുക്കുന്നുണ്ട്. കർണാടകയിൽ നിന്ന് 350 പേർ, ആന്ധ്ര, തെലങ്കാന ഉൾപ്പെടെ ഏതാണ്ട് 450, രണ്ടും കൂടി ഏതാണ്ട് 800 പേർ വരുന്നുണ്ട്. വിദേശത്ത് നിന്ന് 250 പ്രതിനിധികൾ, ഏറ്റവും കൂടുതൽ ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, ഇവിടെ നിന്നാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അങ്ങനെ വിദേശത്ത് നിന്ന് 250 പ്രതിനിധികൾ ഉണ്ടാവും.
അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റ് പിന്നെ VIPസും മന്ത്രിമാരും വരാത്തതിനെ കുറിച്ച് ഞങ്ങളെല്ലാം പറയാം. ഞങ്ങളെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. വരാത്തതിന്റെ കാര്യം അവരല്ലേ പറയേണ്ടത് ഞങ്ങൾക്ക്. പക്ഷെ എന്തായാലും ഞങ്ങളുടെ ഒരു വിഷയം എന്താണ്, ഞങ്ങൾക്കിത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അവരുടെ ഒപ്പീനിയൻ കിട്ടുക, സാധാരണ ഭക്തജനങ്ങളുടെ ഒപ്പീനിയൻ കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചുവടുവെപ്പ് തന്നെയാണ് ആഗോള അയ്യപ്പ സംഘം എന്നുള്ളത്. അതിന്റെ ഇനിയുള്ള റിസൾട്ടുകൾ നമുക്ക് കാണേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും തേടേണ്ടതുണ്ട്.